ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം വൈകുന്നതോടെ സ്വാഭാവിക ജാമ്യം തേടി പ്രതികൾ കോടതിയിൽ. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജാമ്യാപേക്ഷയുമായി കോടതിക്ക് മുന്നിലേക്ക് എത്തും. കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരരും ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. ഷമീർ അബ്ദുൾ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു കൊല്ലത്ത് നിന്ന്. ഷമീർ, ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പാളി കേസിൽ ജാമ്യം തേടി കോടതിയിലുണ്ട്. ദ്വാരപാലക കേസിൽ ഓൾറെഡി ജാമ്യം കിട്ടി. 90 ദിവസമായി സ്വാഭാവിക ജാമ്യം തേടിയാണ് എത്തുന്നത്. അപ്പോൾ ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ സുധീഷ് കുമാറിന്റെയും അതേപോലെ തന്നെ തന്ത്രിയുടെയും ഒക്കെയും ജാമ്യ ഹർജികളുണ്ട്. അപ്പോൾ കോടതിയിൽ നിന്ന് ഇന്ന് ശബരിമല കേസുമായി എന്തൊക്കെ പ്രതീക്ഷിക്കണം? അതിനൊപ്പം തന്നെ ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഷമീർ? അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി വരുന്നുണ്ടോ? സിദ്ധലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രധാനമായും 2 ജാമ്യാപേക്ഷകളാണ് കോടതിക്ക് മുമ്പിൽ എത്തുന്നത്. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ വരുന്നുണ്ട്. അത് സ്വാഭാവിക ജാമ്യമാണ് സുധീഷ് കുമാർ കോടതിക്ക് മുമ്പിൽ എത്തുന്നത്. അതായത് 90 ദിവസം പിന്നിട്ടാൽ പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇന്ന് CP സുധീഷ് കുമാറിന് ഇന്ന് ജാമ്യം ലഭിക്കും. ഒപ്പം തന്നെ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ഇന്ന് ലഭിച്ചേക്കും. കാരണം കട്ടിളപ്പാളി കേസിൽ അദ്ദേഹത്തിന് 90 ദിവസം പിന്നിടുന്നു ജയിലിൽ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ആ കേസിലും കോടതിക്ക് വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രതികൾക്ക് 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യം നൽകാം. ആ അധികാരം ഉപയോഗിച്ച പ്രതികൾക്ക് ജാമ്യം, ഈ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നൽകാം. അങ്ങനെയാണെങ്കിൽ 2 പേരായിരിക്കും ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറക്കുക. നേരത്തെ നമുക്കറിയാം മുരാരി ബാബുവും അതുപോലെ എസ് ശ്രീകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അദ്ദേഹത്തിന് 43-ാം ദിവസം ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതും ഒക്കെ കോടതി നിരീക്ഷിച്ച് അദ്ദേഹം മുൻ അധികാരികൾ ചെയ്തതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിരീക്ഷണം കോടതിക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ എസ് ശ്രീകുമാറിനും ജാമ്യം കൊടുത്തു. അങ്ങനെ ജാമ്യം നൽകി എല്ലാവരും, ജാമ്യം കിട്ടി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SIT ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതാണ് പ്രതികൾക്ക് ഇപ്പോൾ ജാമ്യം കിട്ടാനുള്ള ഒരു പ്രധാനമായ കാരണം ആയി പറയുന്നത്. എന്തായാലും ഇത് വലിയ തിരിച്ചടിയാണ് പ്രോസിക്യൂഷനുള്ളത്. കാരണം ഇടക്കാല കുറ്റപത്രം പോലും ഈ കേസിൽ SITക്ക് കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ കേസിലെ ഓരോ പ്രതികളും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇന്ന് 2 പേർക്ക് കൂടി, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതുപോലെ സുധീഷ് കുമാറിന് ജാമ്യം കിട്ടിയാൽ ഈ കേസിൽ പുറത്തിറങ്ങുന്ന 4 പേർ, നേരത്തെ 2 പേരും പിന്നീട് ഈ 2 പേരും, അങ്ങനെ 4 പേർ പുറത്തിറങ്ങുന്ന കേസായി ഇത് മാറും. അത് വലിയ തിരിച്ചടിയാണ് പ്രോസിക്യൂഷനുള്ളത്. നേരത്തെ സേതു ചോദിച്ചതുപോലെ തന്നെ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിലെത്തും. തന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും അദ്ദേഹത്തിന് ആൻജിയോഗ്രാം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തും. അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ ഇന്ന് കോടതി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ചില ആശങ്കകൾ മാത്രം നിലനിൽക്കുകയാണ് ഈ കേസിൽ. ശരി, അപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ജാമ്യ ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് ദിവസമാണ് ഇന്ന്.